പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണീർ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണു ചെയ്യണമേ. ഞങ്ങൾ കർത്താവേ ഞങ്ങളോട് കണ്ണു ചെയ്യണമേ. ഞങ്ങളോട് കണ്ണു ചെയ്യണമേ. പാലിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഭൂമിയാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള വേണമേ. ഞങ്ങളുടെ ക്ഷമിച്ച പോലെ കടങ്ങൾ പാവണം നീ ക്ഷമിക്കണമേ. പ്രതീക്ഷകളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ട ഞങ്ങളെ രക്ഷിച്ചൊല്ലണമേ. രാജ്യശക്തിയും മോഹവും സമയത്തും തമ്പുരാനോട് വേശിക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ഈ ഭവനത്തെ പ്രത്യേകിച്ച് വിവാഹജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മകളെയും മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മകളുടെ ജീവിതത്തോടെ തക്കതായ ജീവിത പങ്കാളിയെ കൂട്ടിയോജിപ്പിക്കുവാൻ അവിടുന്ന് തിരുമനസ്സാകുന്നതിനാ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ് അങ്ങയുടെ ഭക്തനോട് ചേർന്ന് അങ്ങേ സ്തുതിപ്പാൻ തക്കവണ്ണം എൻ്റെ മക്കളുടെ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. വിവാഹകൂദാശയെല്ലാം അവിടുത്തെ സാന്നിധ്യത്തോടുകൂടി അവിടുന്ന് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്തമ ദമ്പതികളായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും അവിടുത്തെ സന്നിധിയിൽ ജീവിത സാക്ഷ്യം വഹിക്കുവാനും ശുശ്രൂഷകളെ നിർവഹിക്കുവാനും അവിടുന്ന് ഇവരെ സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടുതലായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ കൂദാശയിലൂടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പിതാവെന്ന മാതാവെന്ന അപ്പച്ചനെന്ന അമ്മച്ചി എന്ന തലമുറകൾ പറയുവാനുള്ള കൃപയാൽ നിന്റെ ദാസരെ അവിടുന്ന് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ ശോഭിക്കുന്ന വിളക്കായി ഇവരുടെ കുടുംബജീവിതം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളെയും സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇവരുടെ വിവാഹ ജീവിതത്തെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം അടിയങ്ങളുടെ കരങ്ങൾക്ക് അവിടുന്ന് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവീയ കൃപ കൂടുതലായി വസിപ്പിക്കണമേ. കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഈ മക്കളുടെ കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷണിക്കപ്പെട്ടവരെയും ക്ഷണിച്ചവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതയാത്രയിൽ ഇവരോടൊപ്പം നിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, വാങ്ങിപ്പോയ സകല മാതാപിതാക്കളെയും ഇമ്പങ്ങളുടെ പർദീസയിൽ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ആയത് സകലതും അങ്ങനെ നാമമോത്തത്തിനായിട്ട് Write my name
when forever comes tomorrow, what has been will always be. Time and again, my darling, you're everything. So let the words grow in the garden. Hear me now and know the truth. Hear the beating of my heart. It's always you. It's always you. It's always you. ഉറവിടമാവൻ യേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു. ദീനവും പരനെ നന്ദിയാൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു. ദീനവും പരനെ നന്ദിയാൻ. പറയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എൻ്റെ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണം. കർത്താവേ നമസ്കാരം സൂക്ഷിച്ച് കൈക്കൊണ്ട് ഞങ്ങളോട് ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് ആട് കണം ചെയ്യുന്നു. രാജാവേ നിനക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വിശുദ്ധരെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പ്രകാരവും ക്ഷമിച്ചതുപോലെ ഞങ്ങൾ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ രാജ്യശക്തിയും നിറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം. വേണ്ടി ശുഭോലാപോലെ കാതീശോ ബലഹീനം ഭാവിടമായ മേൽ കരുണയമരണോ ചൊരിയപ്പെടുമാറാണ്. കാരുണ്യവാനായ ദൈവമേ, പുതിയൊരു വർഷത്തിൻ്റെ പുലരിയിലൂടെ കടന്നു പോകുവാൻ ഞങ്ങളെ അനുവദിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. പോയ വർഷത്തേക്കാൾ മികച്ചൊരു നല്ല വർഷം ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ. കഴിഞ്ഞ നാളുകളിലൊക്കെയും നീ ഞങ്ങളെ കാത്തു പരിപാലിച്ച് വഴി നടത്തിയല്ലോ കർത്താവേ. പ്രഭാതം കാണുവാൻ ഞങ്ങളെ അനുവദിച്ചല്ലോ. നിൻ്റെ കരുണയ്ക്കായി സ്തോത്രം കർത്താവ്. വീണ്ടും ഒരിക്കൽ കൂടെ ഈ പുതുവർഷ പുലരിയിൽ നിൻ്റെ ദാസരുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന് നിൽക്കുന്നത് വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസത്തിലാകുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നത് കർത്താവേ. ഈ പ്രിയ ഭവനത്തിലെ പ്രിയ മകൻ്റെ ഇളയ മകൻ്റെ വിവാഹത്തിനായിട്ട് ഈ ഭവനം ഒരുങ്ങുന്നതായ ഈ സന്ദർഭം കർത്താവേ, ഇന്ന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, വിശുദ്ധമായ വിവാഹ ഉദാശയിലൂടെ പ്രിയ മകൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്നതായ ഈ ദിവസം കർത്താവേ, പ്രിയ മകനെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെയുള്ളതായ എൻ്റെ ജീവിതത്തെ ഓർക്കുന്നു കർത്താവേ. അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നാൾ മുതൽ ഇന്ന് വരെ ഈ ദിവസം വരെ കർത്താവേ, നീ അവനെ കൈപിടിച്ച് വഴി നടത്തിയതിനെ ഓർത്ത് നീയോട് സ്തുതിക്കുന്നു കർത്താവേ. പഠിക്കുവാനുള്ള മികവ് നൽകി നല്ല വിദ്യാഭ്യാസം നേടുവാൻ സഹായിച്ചു കർത്താവേ. ഉന്നതമായ വിദ്യാഭ്യാസങ്ങളൊക്കെ നേടി ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നൽകിയിരിക്കുന്നതായ താലന്തുകളൊക്കെയും ഉപയോഗപ്പെടുത്തി കുടുംബബന്ധങ്ങളെയൊക്കെയും ഊട്ടിയുറപ്പിച്ച് സ്നേഹത്തിലും സന്തോഷത്തിലും നിൻ്റെ മകൻ ആയിരുന്നു കർത്താവേ. അവനിതാ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്നു. ഒരു മകളെ കണ്ടെത്തുവാനുള്ളതായ പ്രിയപ്പെട്ടവരുടെ ശ്രമമൊക്കെയും അവിടുന്ന് അനുവദിച്ച് പൂർത്തീകരിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. നിൻ്റെ മകന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവൾ ആ ഭവനത്തിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നു കർത്താവേ. ഇന്ന് ഒരുമിച്ച് വിശുദ്ധ ദേവാലയത്തിൽ വെച്ച് നിൻ്റെ മക്കളെ ഒരുമിച്ച് ചേർത്ത് ദൈവസന്നിധിയിൽ നിന്നും ആ ദൈവിക നൽവരത്തോടെ കുടുംബജീവിതം നയിക്കുവാനുള്ളതായ കൃപാദാനങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുന്നു കർത്താവേ. നിൻ്റെ മക്കളുടെ മേലവിടുത്തെ കൃപയെ ചൊരിയണമേ. വിവാഹ ജീവിതത്തിന് ആവശ്യമായ എല്ലാ നൽവരങ്ങളെയും നിൻ്റെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. കുടുംബജീവിതം അവിടുന്ന് ഏർപ്പെടുത്തിയ സംവിധാനമാണല്ലോ നാഥ. നിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബമായി വസിക്കുവാൻ, തലമുറകൾക്ക് മാതാപിതാക്കന്മാരായി തീരുവാൻ
ആവശ്യമായ എല്ലാ നന്മകളെ നൽകണമേ. അവരുടെ ജീവിതവും അതിന് നന്മകളും അവരെ സ്നേഹിക്കുന്ന അവൻ്റെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, ഇപ്പോൾ തലവണങ്ങി മുമ്പാകെ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്നും സന്തോഷം നൽകുന്ന അനുഭവമായി തീരുവാൻ സഹായിക്കണമേ. ക്രൈസ്തവ സാക്ഷ്യമുള്ളൊരു കുടുംബ ജീവിതം നയിക്കുവാൻ നിൻ്റെ മകനെ സഹായിക്കണമേ. കുറവുകളെ, ബലഹീനതകൾ നീക്കണമേ, ശക്തീകരിക്കണമേ, ജീവിതത്തിൽ നന്മകളും ഉയർച്ചകളും നൽകണമേ. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ചേർന്നായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ദീർഘദൂരം യാത്ര ചെയ്യുന്നു, യാത്രയിൽ നീ കൂടിയിരിക്കണമേ, വാഹനങ്ങളെ നിയന്ത്രിക്കണമേ. സന്തോഷത്തോടെ സമാധാനത്തോടെ ദേവാലയത്തിൽ എത്തിച്ചേരുവാൻ ഉദാശയിൽ ചേർന്ന് നിന്ന് നിൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ കുടുംബജീവിതത്തിന് ആശംസകൾ നേർന്ന് സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളെ മടങ്ങിപ്പോകൊണ്ട് കൊണ്ടുവരുത്തുമാറാകണമേ. കർത്താവേ, ഈ ഭവനത്തിലെ വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹദശയ്ക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന യാത്രയിലായിരിക്കുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സമയത്ത് എത്തിച്ചേരുവാൻ കൊണ്ട് സഹായിക്കണമേ. സന്തോഷപൂർണ്ണമായി വിവാഹോദാശയും വിവാഹ സർക്കാരും ഒക്കെ ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരുമൊക്കെ എത്തിച്ചേർന്ന് ദൈവകൃപയിൽ പൂർത്തീകരിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ എടുത്തുമാറാകണമേ. പരിശുദ്ധ മാതാവേ, നമ്മുടെ മധ്യസ്ഥത നിൻ്റെ മകൻ്റെ ജീവിതത്തിനെന്നും അനുഗ്രഹത്തിന് മുഖാന്തരമാവണേ. കാവൽപിതാവായ മൗർത്താത്യോസ് നൂറോനും സകല പരിശുദ്ധന്മാരും വിശ്വസ് മുർഗീഗോറിയസ് പിതാക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥന നിൻ്റെ മകൻ അനുഗ്രഹത്തിനകത്ത് തരണമേ. ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധരോഗായിക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കുന്നു, ഇപ്പോഴും എല്ലാ സമയത്തേക്കും എന്നും എന്നേക്കും തന്നെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധരോഗായുടെ സഹവാസവും അതായി ഭവനത്തിന്മേലും വാഗ്ദശയ്ക്ക് ഒരുങ്ങി പുറപ്പെടുന്ന പ്രിയ മകൻ്റെ മേലും മകളുടെ മേലും തുടർന്ന് നടക്കുന്ന എല്ലാ അതിൻ്റെ ക്രമീകരണങ്ങളിലും ജീവിതത്തിന്മേലും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. Like the sun that steady rise, like a secret I can't keep. I have loved you forever, endlessly. It's always you. It's always you. It's always you. Always been you. It's always you. It's always you. Always been you. It's always you. It's always you. Always been you. It's always you. It's always you. Always been you. It's always you. It's always you. Always been you. When forever comes tomorrow, what is there will always be. Time again, my darling, you're It's always you. It's always you. Always been you. It's always you. It's always you. Always been you. It's always you. It's always you. Always been you. It's always you. It's always you. Always been you. It's always you. It's always you. Always been you. It's always you. It's always you. Always been you. Oh
നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്റെ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ് കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണ മണവാട്ടി ശ്രേഷ്ഠമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ തന്മൂലമായിഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യണമേ. ഓശോ ഓല
വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താലുള്ള വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വാഹനം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനായ സ്തുതി. തന്റെ സഭയുടെ വാഹനത്തിലേക്ക് എല്ലാ ജാതികളെയും സുജാതികളെയും ദീർഘദർശിമാരെയും ശ്രീകന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോദനങ്ങൾ ആശീർവദിക്കുന്നതായ സമയത്തും സകല നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും അടിയങ്ങളായി കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ബൃഹത്തതയും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവ്വവിധ വിജ്ഞാനത്തിൽ നിന്ന് ഉയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും നന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറമയുമാകുന്ന ദൈവമായ കർത്താവേ, അനശ്വരമായ വെടിപ്പുള്ള പൂർവ്വനും അനധികമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും അതിനെ നിനക്ക് മതവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിന് മോദനമായിട്ട് വെടിപ്പോട് നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് അതിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദ മോദനങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചു നീയാകുന്നു. ദൈവമായ കർത്താവ് ഇപ്പോൾ ഈ വന്യപിതാവ് ആശീർവദിക്കുന്നതായ ഈ മോദനങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോദനങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതായതിനാൽ ശുദ്ധമായി തീരുവാൻ സുന്ദരിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്റെ മഹാകരുണയോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥാ, നിന്റെ പരിശുദ്ധ സഭയുടെ മോദനത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ നീ മോദനങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളൻ ദൈവം നമ്പരാനെ യുഗത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. അശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിലവരെ നീ അലങ്കരിക്കുകയും പാപങ്ങളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും സകലവിധമായ പ്രമാദങ്ങളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തിക്കൊള്ളണമേ.
കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ ഈ വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹപൂർണമായ വലങ്കൈ അദൃശ്യമായ ഒന്നിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്നേഹന്മാരെന്ന പോലെ ഈ അഭിമന്യ പിതാവിന്റെ കൈകളിന്റെ വിവാഹം ചെയ്തിട്ടുള്ള ഈ മോദം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്നെ അഭിഷിക്തൻ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യുന്നു. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാവുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്നെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണം കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നീക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിവാഹതയിൽ ഇവരുടെ മനസ്സാക്ഷി നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ട മനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, ഈ വിരുന്നിനായി ഒരുങ്ങിയിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിദേശീയമായ ഈ മണവാളനെ മണവാട്ടി കാത്തുകൊള്ളുകയും ഞങ്ങളെല്ലാവരുടെയും നിന്റെ കരുണ ഭക്ഷിക്കുകയും ചെയ്യണമേ. നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്ലീഭാരാവും പകല് നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നോ സൈന്യങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കിരീടം വാഴ്വിന്റെ ശുശ്രൂഷ
അവരിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവും നിന്റെ പരിശുദ്ധവുമായി സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. തന്നിൽ നിന്ന് അന്യമായി പോയിട്ട് ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിയും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധനയോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നെ അഴിക്കപ്പെടുന്നതല്ല വഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന ബന്ധമായിരിക്കുന്നവനും തന്റെ മടവാളന്മാർക്കും മടവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിന്റെ ദിവസങ്ങളൊക്കെ സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മഹോന്നതങ്ങളിൽ അഗ്നിമാന്മാരുടെ കൂട്ടങ്ങൾ തന്റെ സുരക്ഷിതങ്ങൾ പരിഭ്രമിച്ച് ദരിദ്രപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്ണമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയവാനും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളെ സന്തോഷിക്കുകയും എളിയവരും മണ്ഡലമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നിരക്കമുള്ളവരാകുന്നു. ശിശാരന്മാരോടുള്ള ഉല്ലാസത്തെയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ
നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായ നിലകളിലും ദൈവത്തിന്റെ നാളിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും മൂത്തവരായി പാർത്തോളം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ജയിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു പോകണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് ക്രമം നൽകണമേ. ആത്മീയ നഗരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭം ഉണ്ടാകുന്നവരുമായി തീരുമാൻ ഇവർക്ക് സന്നദ്ധിയാക്കണമേ. കർത്താവേ, ഇവരുടെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരെന്ന് വിദൂരസ്ഥമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധ പാപത്തേക്ക് അടുത്തു വരുവാനും ശമിക്കപ്പെട്ടവരായ സാത്താന്റെ ദാസത്തിൽ നിന്നോട് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള പ്രത്യേകത്തിന്റെ കൽപ്പനയുടെ ആനന്ദത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യം പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമായി തീർക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാനമാക്കണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനും ആകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിന്റെ പരിശുദ്ധ റൂഹായിക്കും സാക്ഷാത്മായ നാഥ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ നിന്റെ മക്കളെ സുഖം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. മസിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കൈക്കൊള്ളുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെയും നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്നാൽ മസിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാമെന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സമമസിഹായ്ക്ക് കീഴ്പ്പെടുന്നവരാകുന്നു.
ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർ കേശകാലത്തും കീഴ്പ്പെടണം. പുരുഷന്മാരെ മിശിഹായുടെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. സഭയെ ജനത്തിലുള്ള സാധനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടുവണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്വങ്ങളായ മറ്റു വല്ലതും കൂടാതെ നിർമ്മലയും ശുദ്ധിയുമായ തേജസ്വരിയായി സ്വകീയാത്മാരുമായിട്ട് സഭയ്ക്കായി മിശിഹാ സപ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടായെന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവാണ് പെണ്ണുമായ മനുഷ്യനെ സൃഷ്ടിച്ചു വന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റമുണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു.
ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. മശീഹായുടെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലുതുകയെ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് അകൽക്കരസായുടെ വഞ്ചനയെ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിന് മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞ് ഭൂമിയിൽ പാതിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങളിൽ വന്ന പിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിൽ വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ട് സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും
ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതു ഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെ നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി കരേറ്റാം. ബറക്കുമോർ ഹോശോ ബബുകുല സുബ്ഹാൻ ലവൽമീ. വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിൽ തൽപ്പരവും നല്ല കാര്യങ്ങളിൽ ഉത്സാഹിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർക്കുമായി ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും പരിശുദ്ധ ശ്ലീബായുടെയും വെളിപ്പുള്ള എവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരും വിശ്വാസന്മാരും വിശ്വാസികളായ ജനത്തിലും മണവാട്ടിയും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധിയായി ആവശ്യിക്കട്ടെ. അനുഗ്രഹീതമായ മാതാവും ദൈവജന്യമായ പരിശുദ്ധന്റെ മൊത്തം അറിയാൻ വേണ്ടി നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളായി കർത്താവായ യേശുമിശിഹായുടെ വലത് കൈ എന്നേക്ക് നിങ്ങളിൽ ആവശ്യിക്കുകയും ചെയ്യുവാനാണ്. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിക്കും. ഇവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് അവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. തൻ്റെ പ്രാണനെ പോലെ അവൾ അവനോട് വർദ്ധിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ും
ഇരുവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഞാൻ നിങ്ങളും ഈ ദേവാലയത്തിലായിരിക്കും. മാരേജ് ടേക്സ് പ്ലേസ് ഇൻ ഹെവൻ എന്ന് പറഞ്ഞത് നൊബേൽ ലോറിയറ്റ് ലോർഡ് ടെന്നിസൺ. അതിൻ്റെ പരിശുദ്ധിയിലും ഗൗരവത്തിലും എടുത്താൽ വിവാഹം, കുടുംബജീവിതം സ്വർഗീയമായ ഒരനുഭവമായി തീരും. അതുകൊണ്ട് തന്നെ കുടുംബജീവിതം, വിവാഹം എന്ന് പറയുന്നത് കേവലമായ ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് മാത്രമല്ല. അതിനപ്പുറത്തേക്ക് ഇതൊരു കൂദാശയാണ്, ഇതൊരു കവനൻ്റാണ്, ഉടമ്പടിയാണ് നിങ്ങൾ തമ്മിൽ ഏർപ്പെടുന്നത് എന്ന് ചിന്തിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുക. ഈ കുടുംബത്തെ ഈ ഭൂമിയിൽ സംസ്ഥാപിച്ച ദൈവമാണ്. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവന് തക്കതായ തുണയെ സൃഷ്ടിച്ചു നൽകി ഈ ലോകത്ത് കുടുംബജീവിതം സ്ഥാപിച്ചുവെങ്കിൽ കുടുംബം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും അത് പരിശുദ്ധമായ ഒരു ഉടമ്പടിയാണെന്നും നമ്മുടെ മക്കൾ ഇന്ന് തിരിച്ചറിയും. ആ കുടുംബം ത്രിത്വ ദൈവം എന്ന കുടുംബത്തെ മാതൃകയാക്കും. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന 3 അംഗങ്ങളുള്ള ത്രിത്വ ദൈവം എന്ന കുടുംബത്തിൻ്റെ പ്രത്യേകത ആ 3 അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും കരുതലും പാരസ്പര്യവും തുല്യതയും ഒക്കെയാണ്. ആ മൂല്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആണിക്കല്ലുകളാകട്ടെ, അടിത്തറയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങൾ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിലെ സുഖദുഃഖങ്ങളും ലാഭനഷ്ടങ്ങളുമൊക്കെ തുല്യമായി പങ്കിടുവാനും കരുതുവാനും സ്നേഹം പങ്കിടുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ അടിത്തറയുള്ള കുടുംബമായി നിങ്ങൾ മാറണം. ഫാമിലീസ് that pray together stay together. നിങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമായി വളരണം. പരിശുദ്ധ അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥത നിങ്ങൾക്ക് കാവലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാനാവിലെ കല്യാണ വിരുന്നിൽ നമ്മുടെ കർത്താവിനോട് ചേർന്ന് പരിശുദ്ധ അമ്മയും ഉണ്ടായിരുന്നു. ആ വീട്ടിലെ കുറവുകൾ അമ്മയ്ക്ക് ബോധ്യമായി. സ്വർഗത്തിലെ ദൈവവും അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുള്ള വാക്കുകൾ അവസാനിപ്പിക്കും. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ ആത്മീയമായ വാക്കുദാശയം ഞങ്ങളോട് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളുടെ വാങ്ങിപ്പോരെ മുന്നപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവെ, കുറ്റമുള്ള കുറവുള്ളമായ പ്രാർത്ഥനകൾ നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയെ അംഗീകരിക്കപ്പെട്ടവയെ മാറ്റി തീർക്കണം. ഇപ്പോൾ മണവാട്ടി തിരുവനന്തപുരത്തിൻ്റെ വിഭാഗത്തിൽ പ്രഥമ സൂത്രകാഴ്ച സമർപ്പിക്കാനുമായ ബഹുമാനപ്പെട്ട സമൂഹലച്ചൻ, ഭദ്രാസന കൗൺസിലംഗമായിരിക്കുന്ന വികാരിമന്യ രാജു ജോണച്ചൻ, അതോടൊപ്പം തന്നെ യുവാകുദാശ ക്രമപ്പെടുത്തുവാൻ എല്ലാ സഹായവും ചെയ്തു തന്ന ഇടവകയുടെ വികാരിമാരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ മത്യാസ് കാവുങ്കലച്ചൻ, പ്രിയപ്പെട്ട സേവേരിയോസ് ചെങ്കാട്ടിലച്ചൻ, ഈ പള്ളി ഭരണസമിതി എല്ലാവരോടും ഏറ്റവും ഹൃദയംഗമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഈ വിവാഹോദാശയിൽ ശാന്തമായി പ്രാർത്ഥനയോടെ ചേർന്ന് നിന്ന് അനുഗ്രഹിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും, ഇരു കുടുംബങ്ങളിലെ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് രാധി കറ്റാടുന്നതായ കുടുംബാംഗങ്ങൾ, ചക്കവരിക്കുന്നതായ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഇടവാംഗങ്ങൾ, പ്രിയ സുഹൃത്തുക്കൾ, ഇവർ രണ്ടുപേരുടെയും സുഹൃത്തുക്കളായ ഡോക്ടർമാർ ഉൾപ്പെടുന്ന പുഷ്പഗിരിയിലെയും ചെന്നൈയിലും ഉൾപ്പെടുന്നതായ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള വന്നിട്ടുള്ള എല്ലാവരെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും വിവാഹത്തോട് അനുബന്ധിച്ചുള്ളതായ സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത് തിരുവല്ലയിലുള്ളതായ വിജയ കൺവെൻഷൻ സെൻ്ററിലാണ്. അവിടേക്ക് കടന്നു വന്ന് സർക്കാരിലും എല്ലാവരും പങ്കുചേരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിവാഹോദാശയ്ക്ക് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ട ബി ഓഡിയോസ് സേവേരിയസിനും ഒപ്പം ചേർന്ന് മനോഹരമാക്കിയതിൽ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ശാന്തമായി നിർവഹിച്ച സുഹൃത്തുക്കളോടും നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ മുൻപോട്ട് കടന്നു വന്ന് സ്വതന്ത്രമായി സമർപ്പിച്ച് രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതായിരിക്കും.
ആദ്യത്തെ ദിവസം 2026 മനോഹരമായ ആദ്യത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ഇന്ന് ഇവിടെ ഇങ്ങനെ ഒത്തുചേരുവാൻ സാധിച്ചത് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. Dr. Preeti Saji Varghese, she is also a doctor and she is a member of Chenakamatam family. Divike രണ്ട് siblings ആണ് ഉള്ളത്. Leah Varghese, she is married to Megan Matthew. അവർ രണ്ടുപേരും doctors ആണ്. And her little brother, he is not little, no more അല്ലേ, ആള് ഒരു ഡോക്ടറുടെയാണ്. Christy Saji Varghese, he is a doctor doing his internship in Believers Medical Mission Tiruvalla. So this is Divya's family, and also we have Divya's grandmother here, so we're happy to have you here on the team. Now moving on to Siddhan's family. Siddhan's father, Mr. Prasad Kunjan KR, he is an expat and he was a businessman in Oman. And Siddhan's loving mother, Meena Prasad, a member of Faltumpara family, she is a homemaker. And Siddhan's brother, elder brother, Ebin K. Prasad, he is married to Riba Elizabeth Joseph. Ebin is an engineer and he works with Tesla, Germany. And Riba, she's a homemaker and they're blessed with a cute little baby boy, Lev David Ebin. Nallൊരു കൈയ്യടി കൊടുക്കാവോ for the whole family, please everyone. Wonderful. നമുക്ക് വേദിയിൽ ഇനി ചില ചടങ്ങുകളാണ് ബാക്കിയുള്ളത്. ആദ്യമായിട്ട് ലാമ്പ് ലൈറ്റിംഗ് സെറമണിയാണ്. Wash over me, let me far from my surroundings. Things change in that room itself, is what I would like to say. The person who tried to give out a dictator-like image actually lightened up the mood that evening with a little song actually. So that's that moment that left a spark in me with this special person here. And little did I know that day that I would be standing here on this stage delivering this best man speech for that person. So the story about how it went through, only God knows, because I'm sure it has been his plan throughout. He came into my life in the most unexpected ways. I'd go behind him because I actually found him a little cool and all that. Okay? So make sure that I would get his attention and all that. Days passed, and then the whole strenuous part of first year MBS exam, right? So I found this person who ragged me. I'm not using that word anymore, but I found him sit all night. I would, even when I wanted to do a nap, he would stay up the entire night just to make sure that I'm a very stressful person. I take a lot of anxiety and all, but he stayed up all night, made sure I was comfortable. That's where it all started. He was simply like
That was the first time I truly understood the kind of person he was. Before I even realized it, he became part of my family. He found a way into my home and the Acharya who helped me through strenuous exam days. And slowly, just like that, he was also a part of my parents' hearts. And from there, life began to change. A few months from there, life came in with a few twists. In 2019, I lost my father, and he didn't step over here. He only stepped closer and stood right beside me. I remember having to come back to the same hostel room with absolutely no idea how I was going to make it through the exams. The most stressful exams in MBBS career, second year final exams. I didn't know how I was going to appear for that exam. But this man, do you believe in angels? Because I, of course, do believe in angels, but this is the first time I actually experienced one. Because the way he was, he protected me, he was patient, and he was selfless with all the love that he had to share. They don't announce themselves, but they simply know. That's exactly what he did. When I didn't know how to step forward, he quietly stayed there, consistently making sure that I feel there to be through the exam. Through all my pampers, through getting me, he was in an internship at that time. He made sure that he was there. He made sure he got me off the team that I needed. Because I remember team person. Even if I needed 10 to 15 cups of tea, I think he would chill it there. No matter how stressful his situation was, he never showed it. He took down extensions, he took down me, but he would always make sure that I didn't know the stress of that situation. What continues to amaze me is that through all of that, he never stopped being excellent. In his profession, in his friendships, in music, and the way he carried himself. He somehow managed to hold everything together while still growing, still excelling, and still giving. He taught me something that changed the way I understand relationships. This is the most important thing. He taught me that love doesn't depend on blood relations, and that family is built by presence, by loyalty, and by standing with someone through thick and thin. Not only him, but his entire family. They will just accept me, but they embrace me as they know. And that kind of life, that kind of love stays with me. So today, ladies and gentlemen, I stand here truly happy for the women who are stepping into his life. Because I know from experience how deeply and genuinely this man loves you and loves anybody who will come. And Diriji, from everything I hear and from the time I've known you, I know you bring a calm strength and a quiet kindness that fills him so good. You don't just stand beside him, but you steady him. That says everything. If he has chosen you, then I know you are someone who truly special. Because boy oh boy, Dr. Sylvain K. Prasad is a very patient person. Diriji, you are creating a partner who knows how to love selflessly and who will stand firm when front is the moment. And to Sylvain, you have already lived a life that shows what coming to claim is to you. I pray and truly wish that this next chapter gives you back everything that you have given to the world, but only multiplied. And for all you have done for me so selflessly, I owe you all my life. Ladies and gentlemen, give it up for Mr. and Mrs. Sylvain. Thank you so much. Thank you so much, Pranav. Can we come forward and raise the toast? Priya Sylvain's brother Anna, I request Evan to kindly come forward. First of all, I'm a little shy to stand here because it's a big stage there. Anyway, to both of you, may this wine carry away every sorrow from the past and bless your future with peace, prosperity, good health, and endless love. May your home always be filled with warmth, trust, and togetherness. Thank you. വീഞ്ഞിന് ഒരു പ്രത്യേകതയുണ്ട്. വീഞ്ഞിന് അത് മധുരം മാത്രമല്ല, അതിന് ചെറിയ പുളിയുമുണ്ട്, അതിന് ഒരു ചവർപ്പുമുണ്ട്. എനിക്ക് തോന്നുന്നത്
ലിയയുടെ വെഡിങ്ങിനെ വെച്ചിട്ടാണ് തോന്നുന്നു എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, മധുരം മാത്രമല്ല അതിന് പുളിയുണ്ട്, ചവർപ്പുമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം എടുത്ത് പറയണമെന്ന് പറഞ്ഞു. വിവാഹ ജീവിതവും അങ്ങനെയാണ്. നേരത്തെ കഴിച്ച കേക്ക് പോലെ മധുരം മാത്രമല്ല, അതിന് പുളിയും ഉണ്ടാവും, ചവർപ്പും ഉണ്ടാവും. പക്ഷെ അത് പഴകും തോറും അതിൻ്റെ വീര്യം അത് കൂടി വരും. നിങ്ങളുടെ വിവാഹ ജീവിതവും അത് പഴകും തോറും അതിൻ്റെ വീര്യം കൂടി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. Now I request Evan to do the honors. Now Evan is going for the wine to both Lydia's and Siddhan's wine glasses, and they're going to raise a toast. നമുക്ക് എല്ലാവർക്കും അത് ടോസ്റ്റ് റേസ് ചെയ്യുമ്പോൾ, ഗ്ലാസസ് റേസ് ചെയ്യുമ്പോൾ നല്ല കൈയ്യിൽ കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നല്ലൊരു കയ്യിൽ കൊടുത്ത് നമുക്ക് ഈ ചടങ്ങിൽ ഭാഗമാകാം. Please everyone. It's a shame also. പ്രിയപ്പെട്ട ഇന്ത്യയുടെ ഗ്രാമങ്ങൾ, I should remember her. Gracious lady who has manifested the warmth of love to everyone. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നത് ദൈവം നിശ്ചയപ്രകാരമാണ്. ദൈവമാണ് കുടുംബ ജീവിതത്തിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ ദൈവത്തോടൊപ്പം ഇരുന്നത് ആ ചെല്ലമ്മാമ എന്ന അമ്മച്ചി ദിവ്യയുടെ ഇത് കണ്ടുകൊണ്ടിരിക്കും. She is enjoying it. She was wrong to be here, but God's plan is separate. She's in the eternity നിത്യതയിലുള്ള അതിമനോഹരമായ ഈ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. She is taking all steps to bless you to the maximum. അത് ഞാൻ ഓർത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Both parents, Prasad and Dina, and Dr. Sanji and Dr. Preeti, you are going to see the goodness of your generation. This is a blessed time for you, and this unforgettable day. This പറഞ്ഞ ദിവസമാണ്. നിങ്ങളുടെ കുടുംബ ജീവിതം സന്തോഷവും സമാധാനവും സംതൃപ്തിയുള്ളതായിരിക്കട്ടെ. നിങ്ങൾ സൂര്യൻ അസ്തമിച്ചു പോവുകയില്ല, നിങ്ങളുടെ ചന്ദ്രൻ മാഞ്ഞു പോവുകയില്ല. നിങ്ങൾക്ക് ശുഭഭാവം വരുവാൻ ദൈവം നിരൂപണങ്ങളെ നിരൂപിച്ചു കഴിഞ്ഞു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജീവിതം മാത്രമല്ല, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുമായിട്ട് അനുഗ്രഹമാകട്ടെ. And enjoy the amazing grace and abundant blessings of God in every box, in every areas of your life. God will do all throughout. Have a pleasant year and years ahead. I wish you all a very happy, prosperous, peaceful new year. God will with you all. Thank you and God bless you. കൂടി എല്ലാവർക്കും മനോഹരമായ ഒരു പുതുവത്സരം ആശംസിക്കുകയാണ്. നമുക്കറിയാം സമയം വൈകിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാവരും ഭക്ഷണത്തിനായിട്ട് ഒരുക്കുന്ന സന്ദർഭമാണ്. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ എന്നോടൊപ്പം ഇവിടെ അകലരായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MC സ്കറിയാച്ചനെ ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അച്ഛൻ വാക്ക് പ്രാർത്ഥിച്ച ശേഷം പ്രിയപ്പെട്ട സാബുസ്വരിച്ച് ഭക്ഷണത്തിനായിട്ടുള്ളതായ പ്രാർത്ഥന നിർവഹിച്ച് നമുക്ക് ഭക്ഷണത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവരുടെയും വൈദികരുടെയും പേരിൽ ഒരിക്കൽ കൂടി നവദമ്പതികൾക്ക് എല്ലാ ആശംസകളും ഈ സമയം നേരുന്നു. പ്രാർത്ഥന. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എന്നവരെ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരങ്ങളുടെ അവരുടെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്നവരെ യഹോവയെ വാഴ്ത്തുക, അവരുടെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവമായ കർത്താവേ, ആദ്യ പിതാക്കളായ ആദം ഹവ്വ ദമ്പതികളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ച ദൈവമേ, ഇന്നും നീ ഈ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധവും അവകാശീയവുമായ ജീവിതാനുഭവങ്ങളിലൂടെ ക്രിസ്തീയ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹ അനുഭവങ്ങളിലേക്ക് പ്രിയപ്പെട്ട മക്കളെ പ്രവേശിപ്പിച്ചിരിക്കുന്നതിനായി സ്തോത്രം. പ്രിയ
മണവാട്ടിയെ ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അധിഷ്ഠിതമായി സ്നേഹത്തിൽ വേരൂന്നിയ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെയും മറ്റ് സഹോദരങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അച്ഛൻ നമുക്കായി സ്തോത്രം. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ദൈവിക നന്മയും പുതിയ വർഷം ഏറ്റവും അനുഗ്രഹം നയിക്കാൻ ഈ എല്ലാ മക്കൾക്കും സഹായിക്കുന്നു. യേശുവിൻ നാമത്തിൽ കഴിവ് പ്രാർത്ഥിക്കുമ്പോൾ ധൈര്യമുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയപ്പെട്ട സാധുച്ച പ്രശ്നക്കാരെ പ്രാർത്ഥിക്കും. ബഹുമാനപ്പെട്ട അവരുടെ അച്ഛനോട് സ്റ്റേജിലേക്ക് കടന്നു വരണം. അതിനുശേഷം ഒരുമിച്ചറിയിട്ട് എല്ലാവർക്കും ഭക്ഷണത്തിനുള്ളതായിട്ട് Take over me, over every rushing memory, if only for a moment. Oh, this could be my last chance. Sail on with me, up here we know we're safe from the crashing wind. And talk to me from the lungs of the air your heart is breathing. If only for a moment. Oh, this could be my last chance. In the grip of your arms, far from
കൊടുക്കട്ടെ. അച്ഛൻ വാങ്ങിക്കട്ടെ. സമർപ്പിക്കുന്നു. ഏതോ 2 കുടുംബങ്ങളിൽ നിന്നും എന്റെ തമ്പുരാൻ തിരഞ്ഞെടുത്ത് ജനിക്കും മുമ്പേ അവരെ കുറിച്ചെന്ന പദ്ധതി നിശ്ചയിച്ച ദൈവമാകയാണ് ഈ നിമിഷം ദൈവമേ ഈ ദിവസം അവരെ തിരഞ്ഞെടുത്തൊന്നാക്കി തീർത്ത വലിയ കൃപയെ ഓർത്ത് വലിയ പദ്ധതിയെ ഓർത്ത് അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യും. എന്റെ ദൈവത്തിന്റെ കൃപയും കാരുണ്യവും നിന്റെ കുഞ്ഞുങ്ങളുടെ മേലുണ്ടായിരിക്കണം. അങ്ങേ നന്മകൾ കൊണ്ടവരെ നിറയ്ക്കണമേ. അവരുടെ ഭാവി ജീവിതം തമ്പുരാനെ കിരീടം പോലെ കർത്താവേ ഒത്തിരി നന്മകൾ നിറഞ്ഞതായി തീരുവാൻ സഹായിക്കണമേ. നിന്റെ മാതാപിതാക്കളെ ഓർത്ത് നിങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ മക്കൾക്ക് നിന്റെ കുഞ്ഞുങ്ങൾ അഭിമാനത്തിന്റെ പാത്രങ്ങളായി തീരുവാൻ അവിടുന്ന് അനുഗ്രഹിച്ചതോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ ഒരിക്കൽ കൂടി എല്ലാവരെയും ആ പാദപീഠത്തിൽ സമർപ്പിക്കുകയാണ് നാഥ. കൂടെ ഇരിക്കണമേ. ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും ഫംഗ്ഷനുകളിലും ദൈവമേ അങ്ങ് കൂടെ ഇരുന്ന് അതിശയകരമായി നടത്തിയല്ലോ. ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും തമ്പുരാനെ അങ്ങ് കൂടെ ഇരിക്കണമേ. യാത്രകളിലൊക്കെയും ദൈവം കൂടെ ഇരുന്ന് സഹായിക്കണമേ. സകലവുമായി ദൈവത്തിനെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ 7 പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. മനസ്സലിയണമേ. അനുഗ്രഹിക്കണമേ. സ്തോത്രം.